എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എത്തിയേക്കും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് തിരുവനന്തപുരത്ത് എത്തുകയും 11-ന് തിരിച്ച് മടങ്ങുകയും ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖു, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ UDF നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരണത്തിനുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും കോൺഗ്രസിനുള്ളിലെ വകുപ്പ് വിഭജന ചർച്ചകളും അന്തിമഘട്ടത്തിലാണ്. ഉടനെ ഔദ്യോഗികമായിട്ടുള്ള അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരായിരിക്കും കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുക. പാർട്ടിയിൽ നിന്ന് സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, M ലിജു, PC വിഷ്ണുനാഥ് എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ, ബിന്ദുകൃഷ്ണ എന്നിവരുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. T സിദ്ദിഖ്, ഷാനി മോൾ ഉസ്മാൻ തുടങ്ങി 1 ഡസൻ ആളുകൾ ഇനിയും മന്ത്രിസ്ഥാനത്തിന് വെയിറ്റിംഗിലാണ്. ആർക്കൊക്കെ നറുക്ക് വീഴും എന്ന് ഇപ്പോൾ അറിയാനായിട്ടില്ല. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിന് 5ഉം RSP, CMP, കേരള കോൺഗ്രസ്, ജേക്കബ് എന്നിവയ്ക്ക് ഓരോ മന്ത്രിസ്ഥാനവും നൽകാനാണ് തീരുമാനമായിട്ടുള്ളത്. ഘടകകക്ഷിയിലെ പഴയ വകുപ്പുകൾ തന്നെ നൽകാമെന്നാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ചില കക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. 7 MLA-മാരുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനം ആവശ്യമാണ് എന്നാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. മോൻസ് ജോസഫ്, അപ്പു ജോൺ ജോസഫ് എന്നിവരെ മന്ത്രിമാരാക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ 1 മന്ത്രിസ്ഥാനവും 1 ചീഫ് വിപ്പ് പദവിയും നൽകാം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധി. മുന്നണിയിൽ ഉൾപ്പെടാത്ത വിഭാഗമായിട്ടുള്ള KK രമ, മാണി C കാപ്പൻ എന്നിവർക്ക് 2.5 വർഷം വീതം ടൈം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാം എന്നാണ് തത്വത്തിൽ ധാരണയായിട്ടുള്ളത്. മുൻ CPM നേതാവായിട്ടുള്ള G സുധാകരന് സ്പീക്കർ പദവിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റേതെങ്കിലും പദവിയോ നൽകാനുള്ള കാര്യവും കോൺഗ്രസ് സജീവമായിട്ട് പരിഗണിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളുണ്ട്. SIR പട്ടികയിൽ ഉൾപ്പെടാത്തവരെ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്നും മറ്റ് ക്ഷേമ ആനുകൂല്യ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ 2 സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള അറിയിപ്പ് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ അത് നടപ്പിലാകുമോ? മറ്റു പെൻഷനുകൾ എങ്ങനെ? സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരും എന്നുള്ളതിന് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇന്നലെ പത്രക്കാരോട് VD സതീശൻ നൽകിയിട്ടുള്ള ഒരു പ്രസ്താവന, ഇതെല്ലാം ഉണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. SIR പട്ടികയിൽ ഇല്ലാത്തവർക്ക് റേഷനും പെൻഷനും ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് തീരുമാനമെടുക്കാൻ ബംഗാൾ, ബീഹാർ സർക്കാരുകൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യമാണ്. ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ റേഷൻ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകില്ല എന്നുള്ളതാണ് വരുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തും SIR പട്ടികയിൽ ഉൾപ്പെടാത്ത ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, റേഷൻ വാങ്ങുന്ന നിരവധി പേരുണ്ട്. അവർക്ക് ഈ ഒരു ഗതി വരുമോ എന്നുള്ള ഒരു ആകാംക്ഷ ഇതിനോടൊപ്പം പങ്കുവെക്കുകയാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അങ്ങനെ തീരുമാനം എടുക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. SIR പട്ടികയിൽ ഇല്ലാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ബീഹാർ, ബംഗാൾ സർക്കാരുകൾ തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ, റേഷൻ തുടങ്ങിയവ നൽകില്ല. ഇന്ത്യൻ പൗരൻ അല്ലാത്തവർക്ക് ആനുകൂല്യം നൽകുന്നത് എന്തിനാണ് എന്ന് ബംഗാൾ മന്ത്രി അഗ്നിമിത്ര പോൾ ചോദിച്ചിരിക്കുകയാണ്. SIRന് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ബംഗാൾ, ബീഹാർ സർക്കാരുകൾ. റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാണ് ബംഗാൾ, ബീഹാർ സർക്കാരുകൾ തീരുമാനിച്ചിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയവയിൽ നിന്നും പട്ടികയിൽ ഇല്ലാത്തവർക്ക് നൽകില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ബംഗാളിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഈ കർശന നിലപാട് വ്യക്തമാക്കിയത്. SIRൽ നിന്ന് പുറത്തായെങ്കിലും ട്രൈബ്യൂണൽ അപ്പീൽ നൽകിയവർക്ക് നടപടി പൂർത്തിയാക്കുന്നത് വരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളും പാസ്ബുക്കുകളും റദ്ദാക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് പൗരാവകാശ ലംഘനമാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം നിലനിൽക്കെയാണ് ഈ നടപടി.
നമ്മുടെ സംസ്ഥാനത്തും നിരവധി പേരാണ് SIR പട്ടികയിൽ ഉൾപ്പെടാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പദ്ധതിയിൽ നിന്നൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രൂരമാണ്. അപ്പീൽ നൽകാൻ പോലും നിൽക്കാൻ അവകാശം ഈ ഒരു ബീഹാർ സർക്കാർ നൽകിയിട്ടില്ല. ബംഗാൾ സർക്കാർ അതിന്റെ സാവകാശം നൽകിയിട്ടുണ്ട് എങ്കിൽ ബീഹാർ സർക്കാർ അതിനുള്ള സാവകാശം പോലും നൽകിയിട്ടില്ല എന്നുള്ളത് ക്രൂരമാണ്. കഴിഞ്ഞ ദിവസം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചിരുന്നു. ഈ സമയത്ത് പത്രക്കാർ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻ സർക്കാരിന്റെ നല്ല പദ്ധതികൾ തുടരുമോ എന്നുള്ളത്. ഇതിന് VD സതീശൻ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ നിർണായകമാണ്. മുൻ സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയും പുതിയ സർക്കാർ നിർത്തലാക്കില്ല. അങ്ങനെ മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന പദ്ധതികൾ നിർത്തലാക്കുകയാണ് എങ്കിൽ കേരളം തന്നെ ഉണ്ടാകുമായിരുന്നോ, കേരളത്തിൽ വല്ല പദ്ധതികളും നടപ്പിലാകുമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുൻ സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം മുൻ സർക്കാർ, അതായത് പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ ഇത് കൊണ്ടുവരികയും കാലാവധി അവസാനിക്കാൻ 3 മാസം മാത്രം ശേഷിക്കെ ഇത് തുടങ്ങുകയും ചെയ്തു. പക്ഷെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത് കുടിശ്ശിക വരുത്തുകയും അല്ലെങ്കിൽ നിർത്തിവെക്കുകയും ചെയ്ത പദ്ധതിയാണ്. അതുകൊണ്ട് ഇതിന്റെ നടത്തിപ്പ് ഏത് രീതിയിലാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പദ്ധതികളും അങ്ങനെ തന്നെയായിരിക്കും. മുൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിരവധി പദ്ധതികളുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണ് എങ്കിൽ നിരവധി പദ്ധതികൾ, സെറ്റിൽമെന്റ് ആക്ട്, അതുപോലെ തന്നെ ഭൂമി മൊത്തത്തിൽ അളക്കുന്ന പദ്ധതി, ഇതൊക്കെ തുടരുകയാണ്. അതൊന്നും പുതിയ സർക്കാർ നിർത്തിവെക്കാത്ത പദ്ധതികളാണ്. അതൊക്കെ തുടരും. ഇതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഈ മാസം ഉണ്ടായില്ല എങ്കിൽ പോലും അടുത്ത മാസം മുതൽ അത് കിട്ടിത്തുടങ്ങും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മെയ് മാസത്തെ പെൻഷന്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ മാസം 25 മുതൽ അതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാർ ഇപ്പോൾ 18-ാം തീയതി മുതൽ അധികാരമേൽക്കുകയാണ്. മുഴുവൻ മന്ത്രിമാരും ഒറ്റ തവണയായി കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പിന്നീട് സഭ ചേരുകയും എല്ലാ അംഗങ്ങളും MLA മാരായിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. പിന്നീട് നയപ്രഖ്യാപനവും ബജറ്റും ഉണ്ടാകും. ഇതിലൊക്കെ വലിയ പ്രതീക്ഷകളാണുള്ളത്. അപ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും നമുക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര ഇതിനു ശേഷമായിരിക്കും തുടങ്ങുക. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര നടപ്പിലാക്കാത്തതിനെതിരെ സമരം ചെയ്തിരുന്നു. പക്ഷേ വളരെ ഒരു മണ്ടത്തരമായിട്ടുള്ള സമരം എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ ഒരു സർക്കാർ ഇല്ലാത്ത സമയത്താണ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഇങ്ങനെ തലയും വാലും ഇല്ലാത്ത ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് തന്നെ ഒരു അപഹാസ്യമായി തോന്നുന്നു. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒരു കാവൽ മന്ത്രിസഭയാണ്. അതിന് ഔദ്യോഗികമായിട്ടൊന്നും ചെയ്യാനില്ല. നിലവിൽ അടുത്ത അധികാരം ഏൽക്കുന്നത് വരെ അത് തുടരുക എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചിട്ടുണ്ട്. മന്ത്രിസഭ ഗവർണർ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത്. ഇത് സ്വയം കോമാളികളാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ സമരം ചെയ്തിട്ടുള്ള ആളുകൾ പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പദ്ധതി UDFന്റെ വാഗ്ദാനമാണ്. അത് അധികാരത്തിൽ വന്ന് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ സമരമൊക്കെ ചെയ്യണം. അത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ഒരു സർക്കാർ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സമരം എന്നുള്ളത് ഫുൾ കോമഡി ആയി പോയി എന്നുള്ളത് പറയാതെ വയ്യ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. സ്വർണ്ണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 14,350 രൂപയും പവൻ 800 രൂപ കുറഞ്ഞ് 1,14,800 രൂപയുമായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ